ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ അങ്ങനെ കൊറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് വെറുതെ നിൽക്കുമ്പോ ടൈം പാസിന് കുടിസിയും കാണാൻ പോവുക. എടാ പുറത്താക്കാൻ ആൾക്കാർ നിന്നെ പുറത്താക്കാൻ പറഞ്ഞു, മാനേജ്മെന്റ് പുറത്താക്കാൻ. എനിക്ക് എന്നോട് പറഞ്ഞില്ല, നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല. അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. ഞാനൊന്നും ചെയ്യൂല, ഞാൻ ലൈവിലൊന്നും ചെയ്യൂല. ആ വന്ന് കിടന്ന് കരയുന്നു. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ. ലൈവിൽ ഇനി അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട, നീ ലൈവിലില്ല മമ്മു. കള്ളപ്പെടുവാ, ഇന്ന് ഇറങ്ങിക്കോണം ഈ ടെറിട്ടറിയിൽ. എനിക്ക് ആരുമില്ലല്ലോ, ഫുഡ് പോലെ കിട്ടുക, ഇങ്ങനെ മാത്രമേ ഉള്ളൂ. എനിക്ക് 4 നേരത്തെ നന്നാ മതി, പിന്നെ മാസം 1500 രൂപയും. എല്ലാരും കിക്ക് എന്ന് പറയുന്നത് എല്ലാരും കളിയാക്കി ചിരിക്കാൻ നിന്നെ നോക്ക്. ഒരാൾക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാ. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം, അതന്നെ അവന്റെ ഫിനിഷ്. അങ്ങനെ 10 കാര്യമില്ല, എല്ലാരും കിക്ക് എന്നാ പറയുന്നത്. സ്റ്റിൽ നീ കരയുന്ന കേട്ടോ ആൾക്കാർ കിക്ക് എന്നാ പറയുന്നത്, നിന്നെ പുറത്താക്കുന്ന പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഇവിടെ ചാറ്റ് പറയുന്നതിന്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മമ്മു. ഇതെന്റെ ജീവിത പ്രശ്നമാണ്, സഹായിക്കണം. എന്റെയും ജീവിത പ്രശ്നമാണ്. കോമഡിക്ക് വേണ്ടി ചെയ്ത ഇത് നീ ആക്ട് ചെയ്യുന്നതാണോ നമുക്ക് സംശയമുണ്ട്. MRC നിനക്ക് തുടരാൻ പറ്റൂല. മാനേജ്മെന്റ് എന്നിട്ടൊരു സംഭവം ഉണ്ട്, ഇതെല്ലാം നിനക്ക് അറിയുന്നല്ല. നീ എന്ത് മണ്ടത്തര ഈ കരഞ്ഞോണ്ട് പറയുന്നത്. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം. പക്ഷെ ഗ്യാങ്ങിൽ നിനക്ക് ഇനി തുടരാൻ പറ്റൂല. നീ ഒന്നും പറയണ്ട, നീ എന്നോട് താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ ടീഷർട്ട് തിരിച്ചേൽപ്പിച്ചോ, ബാക്കി കാര്യങ്ങളും തിരിച്ചേൽപ്പിച്ചോ. പേരും ലിസ്റ്റൊന്നും പേരും എന്റെ വെട്ടിക്കളഞ്ഞോ. അയ്യോ നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. എന്തായാലും എനിക്ക് ഗ്യാങ്ങിൽ നിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. മേലാലിന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പാക്കും. ഈ ദ്രോഹിയുടെ വാക്ക് കേട്ട് ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂല് വലിയൊരു, അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമില് അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും മാപ്പ് ചോദിക്കുകയാണ്. എന്നോടിത് വേണ്ടായിരുന്നു.